ഹലോ എവ്രിവൺ, മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. ഈ വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കാരണം എനിക്കതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇപ്പൊ ഉള്ള സ്റ്റേറ്റ്, ചില ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരിക്കാം, ചില ആളുകൾ ഭയങ്കര സാഡ് ആയിരിക്കാം, ചില ആളുകൾക്ക് ഏത് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതെനിക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ എന്തുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കമന്റ് നിങ്ങളോട് ഇടാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ, എന്റെ പേര് മുഫീദ, ഞാൻ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനർ ആണ്, പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് ആണ്. ഇപ്പൊ ലൈഫിന്റെ ഏതൊരു അവസ്ഥ ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളാണെങ്കിലും അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ ആയ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അഡ്മിനും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ഒരുപാട് ആളുകൾ നമ്മൾ 28 ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസൽ ചലഞ്ച് ഏറ്റെടുത്ത് സക്സസ്ഫുൾ ആക്കിയതിന് ഒരുപാട് നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾക്കൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുമ്പോൾ, അതും ഫ്രീ ആയിട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ പാകപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ്. അപ്പൊ അതായത് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വേണം എന്നൊരു തോട്ട്സ് ഉണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. മാറ്റങ്ങളാണ് ലൈഫിൽ, ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുത്തണം, ഒരുപാട് സക്സസ്ഫുൾ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സെൽഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, മാറ്റങ്ങൾ നിങ്ങളിൽ നിന്ന് തുടരണം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 28 ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസ് ചലഞ്ചസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ ഒട്ടും നിങ്ങൾ കുറക്കരുത്. അതിന്റെ അത്രത്തോളം വാല്യൂ ഉണ്ട്. ഓരോ പ്രാക്ടീസുകളും ഓരോ ദിവസം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയ ആളുകൾ നമ്മളെ കണക്ട് ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്കും റിസൾട്ടുകളൊക്കെ അറിയിക്കുന്നതും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് പ്രോഗ്രാംസുകൾ നിങ്ങൾക്ക് സ്റ്റേ ട്യൂൺഡ്. കാരണം ലൈഫിൽ മാറ്റങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ് നമ്മളെ കണക്ട് ചെയ്യുന്നതും, ലൈഫിൽ വിജയിക്കണം അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരുത്തണം, ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ലൈഫിൽ ഒരു മാറ്റത്തിന് കാരണമാവാൻ തീർച്ചയായിട്ടും നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ബന്ധപ്പെട്ട ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്നലെ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ 28 ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസ് ചലഞ്ചസിലൂടെ കടന്നുപോയി. അതായത് ഓരോ ദിവസവും ഓരോ പ്രാക്ടീസ് നമ്മൾ ഇവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി നമ്മളെ ലൈഫിൽ ഒരുപാട് എലിവേറ്റ് ചെയ്യാൻ അത് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ 28 ഡേയ്സ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് അറിയാം, എന്നെ കണക്ട് ചെയ്ത് അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ചേഞ്ചസ് റിലേഷൻഷിപ്പിലും ഹെൽത്തിലും വെൽത്തിലും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഒരു നമ്മളെ ആദ്യം ഉണ്ടായിരുന്ന ലൈഫിൽ നിന്ന് ഒരു സ്മൂത്ത് ലൈഫിൽ എന്തോ ഒരു ഫ്ലോ വന്ന പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും പാകപ്പെട്ടു എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ഇതിന് ഫീഡ്ബാക്ക് ആയി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ആ പ്രാക്ടീസിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ടൂള് നമ്മളുടെ ലൈഫിൽ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ടൂള് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീ ആയിട്ട് അത്തരത്തിൽ 28 ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസ് ചലഞ്ചസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ പറയുന്നു, മാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി എന്താണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇനിയും ഒരുപാട് പ്രാക്ടീസിലൂടെ കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് അറിവുകൾ വേണം, ഒരുപാട് വെളിച്ചത്തിലേക്ക് എത്തിപ്പെടാൻ ഇത് സാധിക്കും, ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ ഇതൊരു കാരണമായിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് അറിവുകൾ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പോയിന്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക്. കാരണം എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസും അതെങ്ങനെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഓരോ സെഷനിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ
മറ്റൊരു തലാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ തന്നെ നമുക്കറിയാം, ബ്ലെസ്സിങ്സ് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യുന്നതിനനുസരിച്ച്, ഉള്ളതിലേക്ക് നമ്മൾ നോക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള അവസരം നമ്മളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ അബൻഡൻസ് ആഗ്രഹിക്കുന്ന ആളുകൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യും. ഞെരുക്കം ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ മറ്റൊരു വേർഷനാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും അപ്രിസിയേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ കുറച്ച് പിറകോട്ടുള്ള ആളുകൾ. മറ്റുള്ളവരിൽ നന്മ കണ്ടെത്തി കഴിഞ്ഞാലോ, ഇപ്പോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന കാര്യമാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അത് ചെറിയ കുട്ടി മുതൽ വലിയ ഒരാളാണെങ്കിലും പ്രായം തികഞ്ഞ് ആയിട്ടുള്ള ആണെങ്കിലും എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ നന്മ ഏറ്റെടുത്ത് അവരെ അപ്രിസിയേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടികളിലൊക്കെ ഈ ഒരു പ്രവർത്തനം മാതാപിതാക്കൾ തുടരെ തുടരെ സംഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരുപാട് നന്മകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. പൊതുവെ എല്ലാ പാരന്റ്സും എന്താ ചെയ്യുക, നീ അങ്ങനെയാണ്, നീ അത് ചെയ്യില്ല, നീ അങ്ങോട്ട് പോകല, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല, എന്ത് ചെയ്യരുത് 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 എന്നാണ് കുട്ടികൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സ്റ്റുഡൻസ് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പറയുന്ന കാര്യമാണ്, ആദ്യം മാറേണ്ടത് എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ് മാറേണ്ടത്. കാരണം കണ്ടിന്യൂസ് ഫോഴ്സ്ഫുള്ളി നമ്മളെ പാരന്റ് ചെയ്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ വരുന്നത് തന്നെ ഇഷ്ടമല്ല എന്നുള്ളതാണ് സ്റ്റുഡൻസ് പറയുന്നത്. അതായത് എന്താ, മക്കൾക്ക് അവരുടെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ മക്കളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ പാരന്റ്സ് അതേ തരത്തിൽ പാരന്റ്സ് പറയും മക്കളെ പിടിച്ചാൽ കിട്ടുന്നില്ല, നമ്മൾ വിചാരിച്ച രീതിയിൽ അവരെ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടി ജനിച്ച് വളരുമ്പോ തന്നെ ട്രീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം പാരന്റ്സിനാണ്. അതുകൊണ്ട് തന്നെ പാരന്റ്സ് അപ്പൊ ചെറുപ്പം മുതലേ തുടർന്നു കൊണ്ടേണ്ടിയിരിക്കേണ്ടത് അവരിലുള്ള, അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ മക്കളിലുള്ള നന്മ കണ്ടെത്തിയിട്ട്, അതായത് അവർ ചെയ്യുന്ന കാര്യത്തിന് അവർക്ക് ഒന്നുകൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടുതൽ അതിനെ, കാരണം ചെറിയ കുട്ടികളൊക്കെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ അവര് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ചില പാരന്റ്സ് പറയുന്നത്, ചെറിയ കുട്ടികളെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ അപ്പോ അവർ ചെയ്യുന്ന ചെറിയ കാര്യത്തിന് തന്നെ ഇങ്ങനെ അപ്രിസിയേഷൻ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ഒന്നും കൂടി ബെറ്റർ ആയി ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ കൂട്ടത്തോടെ ചെയ്യുമ്പോൾ അവനേക്കാൾ ബെറ്റർ ആവണം, ഇവളേക്കാൾ ബെറ്റർ ആവണം. കുട്ടികളുടെ ക്യൂരിയോസിറ്റി മൈൻഡ് അങ്ങനെയാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, പാരന്റ്സ് എന്നുള്ള റോൾ എടുക്കുന്ന, അതായത് പാരന്റ് ആയിട്ടുള്ള ഇത് കാണുന്ന ഏതൊരു മാതാപിതാക്കളും ചെയ്യേണ്ട കാര്യം മക്കളിലുള്ള നന്മ കണ്ടെത്തിയിട്ട് അവരെ നിരന്തരം അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. ഇത് ചെറിയ ഇമ്പാക്റ്റ് ഒന്നും അല്ല നിങ്ങളെ ലൈഫിൽ ഉണ്ടാക്കുക, വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അത് കുട്ടികളിൽ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഞാൻ എടുത്തത് കുട്ടികളുടെ കേസ് ആയതുകൊണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള കാറ്റഗറിയിലേക്കൊക്കെ എത്തും. അപ്പൊ കുട്ടികളുടെ കേസ് എടുക്കാൻ കാരണം, ജനിച്ച് വളരുമ്പോ തന്നെ നമ്മൾ എങ്ങനെയാ, കുട്ടികൾ നടന്ന് നടന്ന് പരിശീലിക്കുമ്പോ തന്നെ നമ്മൾ അവരെങ്ങനെ ക്ലാപ്പ് ചെയ്തിട്ടും നമ്മൾ അവരെ നടക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനു പകരം വീഴുമ്പോ നീ വീണു എന്ന് പറഞ്ഞാൽ അതിന് നമ്മള് കുട്ടികളിൽ വരുന്ന ചെറിയ തെറ്റുകളും ചെറിയ അപാകതകളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന പാരന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഉൾവലിഞ്ഞു പോകാൻ വലിയൊരു കാരണമാവും എന്നുള്ളതാണ്. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇത് കേൾക്കുന്ന ആളുകൾക്ക്. കാരണം അത് ചെയ്യരുത്, അങ്ങോട്ട് പോവരുത്, ഈ കാര്യം തൊടരുത് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫിയർ ആണ് അവരുടെ കാര്യത്തിൽ. അവര് എന്താ, നമ്മളെ നമ്മളെ കണ്ണെത്തിപ്പെടാത്തോടത്തേക്ക് അവർ എത്തിപ്പെട്ടാൽ അവരെന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കാരണം നമ്മൾ നിരന്തരം അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന കുട്ടികൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉൾവലിഞ്ഞ് പിന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ വേൾഡ് അല്ലെങ്കിൽ അവരുടെ ലോകം അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അവസരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയ കുട്ടി മുതൽ തുടങ്ങാൻ കാരണം നിങ്ങളിലും ഇത് കാണുന്ന ഏതൊരാളിലും കുട്ടി എന്ന വേർഷൻ ഉണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. ചെറിയ കുട്ടികൾ ടോയ്സ് എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള പോലെ എക്സ്പ്ലോർ ചെയ്ത് കളിക്കുമ്പോൾ പൊതുവെ പാരന്റ്സ് സമ്മതിക്കാറില്ല. കാരണം പാരന്റ്സിന് എന്താ, അത് ക്ലിയർ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വർക്ക് കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഭയങ്കര തിരക്കിലാണ്. അപ്പൊ അതിന്റെ സമയം ഈ ടോയ്സ് ഇങ്ങനെ കുട്ടികൾ ചിന്നി ചിതറി ഇടുമ്പോൾ പൊതുവെ പാരന്റ്സിന് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ടോയ്സ് എടുക്കാൻ തന്നെ സമ്മതിക്കാത്ത പാരന്റ്സിന് എനിക്കറിയാം. അതേപോലെ തന്നെ ടോയ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് എടുത്തു വെക്കണം എന്ന് പറഞ്ഞാൽ അവരെ പരിശീലിപ്പിക്കുന്നതിനപ്പുറം അത് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. അവരെ കളിക്കാനും അല്ലെങ്കിൽ അവരെ ടോയ്സ് ഉപയോഗിച്ച് അവരെ പ്ലേ ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ ബ്രെയിന് ഡെവലപ്പ് ചെയ്യുന്ന, കുട്ടികളുടെ മൈൻഡ് സെറ്റ് എൻഹാൻസ് ചെയ്യുന്ന എന്താ ടോയ്സുകൾ അവർക്ക് നന്നായിട്ട് അവർ ഇമ്പ്രൂവ്മെന്റ് ചെയ്യും എന്നുള്ളത്. കുട്ടിയാവുമ്പോ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്
അവർക്ക് കൂടുതൽ അവളെ കൂടുതൽ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പോലെ തന്നെ മറ്റൊരു വേർഷൻ ആണ് ഈ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഇല്ലാത്തൊരു വസ്തുവും അത് തന്നെയാണ്. ഇപ്പൊ ടീനേജ് ഗ്രൂപ്പിലുള്ള ആളുകളെ എടുത്തു നോക്കുക. മറ്റൊരാളിൽ നന്മ കാണുമ്പോൾ അത് അപ്രിഷിയേറ്റ് ചെയ്യും. നിങ്ങളിൽ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ നന്മയെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയി തോന്നുന്നുണ്ട്. ഒരു നന്മ കണ്ടെത്തിയാലേ നിങ്ങൾ ആ നന്മ ചെയ്ത വ്യക്തിയെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റുപാടുള്ള ഒരു കൂട്ടം ആളുകളാണെങ്കിൽ നിങ്ങൾ അത് അപ്രിസിയേറ്റ് ചെയ്യുക എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യണം. കാരണം അവർക്ക് ഉണ്ടായിട്ടുള്ള വിജയം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ അത് വലിയൊരു ടൂൾസ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നന്മ കാണുമ്പോൾ അതൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. അത് മറ്റുള്ളവരിൽ കാണുമ്പോൾ മാത്രമല്ല, നമ്മളിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു രണ്ട് പേജ് എന്നും വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, റീഡിംഗ് ഉള്ള ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? അതായത് രണ്ട് പേജ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫിനെ തന്നെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മോർണിംഗിൽ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക. എന്ത് കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. സ്വയം ബ്ലെയിം ചെയ്യുന്നതിനപ്പുറം, ഈ ബ്ലെയിം ചെയ്യുമ്പോൾ നമുക്കറിയാം സ്വയം കുറ്റപ്പെടുത്തുന്നതും സ്വയം മറ്റൊരാളിൽ നിന്ന് തരം താഴ്ന്നു നിൽക്കുന്നതൊക്കെ നമ്മളിൽ കുറേ എന്താ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ താഴ്മയിലേക്ക് എത്തിക്കോടും. നമ്മളെ കോൺഫിഡൻസിനെ കുറക്കാൻ അത് വലിയ കാരണമാകുന്നുണ്ടെന്നല്ല. അപ്പോൾ അതിനേക്കാൾ നമ്മളെ കോൺഫിഡൻസ് ഉയർത്താനും നമ്മൾ എന്ന വേർഷനെ ബെസ്റ്റ് വേർഷൻ ആക്കി മാറ്റാനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മകൾക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ എനിക്കത് ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം സെൽഫിനെ അപ്രിഷിയേറ്റ് ചെയ്യണം. സെൽഫിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ മറ്റുള്ളവരിൽ നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അപ്രിഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. ഇന്നത്തെ കാലത്ത് നമ്മൾ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ കാണുന്നത് സ്റ്റാറ്റസിലൂടെയും സ്റ്റോറിയിലൂടെയും മറ്റെല്ലാ സോഷ്യൽ മീഡിയ വഴിയിലൂടെയാണ് മറ്റൊരാളുടെ കാര്യങ്ങൾ കാണുന്നത്. ഇപ്പൊ നമ്മൾക്ക് എന്താവും, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ നമ്മളിങ്ങനെ നിരന്തരം കാണുന്നുണ്ട്. അത് വീഡിയോസിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്ന ആളുകൾക്ക് അറിയാം പല നല്ല നന്മ നമ്മൾ കാണുന്നുണ്ട്. ചെറിയ കുട്ടി മുതൽ പ്രായം തികഞ്ഞ ആളുകൾ വരെ നമ്മൾ കാണുന്നുണ്ട്, നന്മ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മളത് നമുക്ക് നന്മയാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മളത് നന്മ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരോട് ചെന്ന് ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. അടിപൊളിയായിട്ടുണ്ട് ചെയ്തത്, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മറ്റൊരാൾ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു നന്മ ചെയ്യുമ്പോൾ ഒരാളെന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ എന്നെ ഒന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചെയ്ത കാര്യം നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും മറ്റൊരാളുടെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ നമ്മളോട് പറയാ, നീ ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്, നിന്റെ പ്രവർത്തനം എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടോ, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ഓരോ പ്രോസസ്സും ഭയങ്കര മറ്റുള്ളവർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഒരു വേർഡ്, അല്ലെങ്കിൽ അടിപൊളി സൂപ്പർ സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണത്. അല്ലെങ്കിൽ നമ്മളോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറയാണ്, നീ ഇത് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ വെൽ ഡൺ, കൺഗ്രാറ്റുലേഷൻ ഒക്കെ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാലും ഇത് നമ്മൾ ചെയ്ത നന്മ കണ്ടിട്ട് വേറൊരാൾ അപ്രിഷിയേറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? അതേപോലെ തന്നെയാണ് മറ്റുള്ളവരിൽ നന്മ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവർക്കൊരു വിജയം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളായി നിങ്ങൾ മാറണം. അതായത് ആ അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. നന്മ കണ്ടാലേ അത് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. നമ്മൾ ഓരോ ദിവസം ഓരോ ടൂൾസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ലൈഫിന് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മൾ 28 ഡേയ്സ് ചലഞ്ചസ് ചെയ്തപ്പോഴും, അതുപോലെ തന്നെ ഓരോ ടൂൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴും ലൈഫിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എക്സ്പെഷ്യലി ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിൽ നിങ്ങളെ ചുറ്റുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള അറിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയാൻ കാരണം
കാരണം ആ മാറ്റത്തിന് കാരണമാവാൻ നിങ്ങൾ ഒരാളായി കഴിഞ്ഞാൽ അതന്നെ വലിയ ഹയറായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ നല്ലതാണ്, നന്മയാണ്, അല്ലെങ്കിൽ ഈ അറിവ് അവർക്കും കൂടി കിട്ടട്ടെ അറിയുന്ന ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾക്കാണ് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു നന്മ കണ്ടെത്തി, അല്ലെങ്കിൽ മറ്റുള്ള ഒരു നന്മ കണ്ടെത്തി, അല്ലെങ്കിൽ ഒരാളുടെ വിജയം കാണുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ പറയുമ്പോൾ ആ വിജയം നമ്മൾക്കും കൂടി ഉള്ളതാണ് എന്നുള്ളതാണ്. വൈകാതെ തന്നെ അവർ അച്ചീവ് ചെയ്ത കാര്യം നമ്മളിലേക്കും എത്തും എന്നുള്ളതാണ്. കാരണം അത് അത് സംഭവിച്ചത് നമ്മൾ അങ്ങനെ ചില ആളുകൾക്ക് ഉണ്ട് മറ്റൊരാളുടെ ഗ്രോത്ത് കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളെ ഒരു നന്മ കാണുമ്പോൾ തന്നെ ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇല്ല എന്നുള്ളതല്ല, ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. ഗിൽറ്റി ഫീൽ ചെയ്യുന്ന ചില ആളുകൾക്ക് അപ്രിസിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് നല്ല വാക്കുകൾ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ പ്രയാസമാണ് തോന്നുന്നത് മറ്റൊരാളുടെ ഗ്രോത്ത് കാണുമ്പോഴും, അല്ലെങ്കിൽ അവരൊരു മറ്റൊരാളുകൾ നന്മ ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഗിൽറ്റ് ഫീൽ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പാകപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത്. മൈൻഡിനെ ക്ലിയർ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കണ്ണിൽ കാണുന്നതെല്ലാം നന്മയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോ ഞാൻ ഈ ജേർണിയിൽ എത്തുന്നതിന് മുന്നേ ഒരു വേർഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയുന്നുണ്ടാവും ഈ ട്രാൻസ്ഫോർമേഷൻ ഇറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ടാവും. എക്സ്പെഷ്യലി നമ്മൾ ഒരു ഗൈഡിനെയോ ഒരു മെന്ററിനെയോ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ അപ്പോ നമ്മൾക്കൊരു ലൈഫ് ഉണ്ടാവും. അതിന്ന് നമ്മൾ ഇവോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം നമുക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മളെ ലൈഫിൽ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചേഞ്ചസ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു ആക്ഷൻ, ഇപ്പൊ ഞാനാണെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു ആക്ഷൻ എടുത്തെടുത്തുകൊണ്ട് മാത്രമാണ് എന്റെ ലൈഫിൽ 360 ഡിഗ്രി ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതും സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നതും ഞാൻ അങ്ങനെ ഒരു ഇൻസ്പയറിംഗ് ആക്ഷൻ എടുത്തത് കൊണ്ട് മാത്രമാണ്. വെറുതെ ഇരിക്കുന്ന ആളുകളുടെ ലൈഫിലൊന്നും സക്സസ്ഫുൾ അല്ലെങ്കിൽ സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ സക്സസ്ഫുൾ എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും പണത്തിന്റെ തലം മാത്രം ഉദ്ദേശിക്കരുത്. അതേ മസ്റ്റായിട്ടും അതുണ്ട്. അതല്ലാത്ത എല്ലാ തരത്തിലും ലൈഫിന്റെ ഏതൊരു ഏരിയ എടുത്ത് നോക്കിയാലും, അത് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സക്സസ്, കറേജ്, കോൺഫിഡൻസ്, ഇങ്ങനെ ലൈഫിന്റെ ഏതൊരു പാർട്ട് എടുത്ത് നോക്കിയാലും നമ്മൾ അതിലൊക്കെ സക്സസ്ഫുൾ ആണ് എന്ന് പറയാൻ പാകപ്പെടുത്തത്തിൽ നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം. അതായത് നമ്മളെ മുന്നിൽ ഒരു മെന്ററോ ഒരു ഗൈഡോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് ലൈഫിൽ മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധ്യമല്ല. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോ ഒരൊറ്റ ലൈഫ് ഉള്ളൂ, നമുക്ക് എങ്ങനെ ലീഡ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും പ്രശ്നങ്ങളും പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലൈഫിലും ഒരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റൂല. അത് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളും അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആക്ഷന് മസ്റ്റായിട്ട് നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. കാരണം നമ്മളിൽ മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഈ ടൂൾ എന്ന് പറയുന്നത് ചെറിയ ഇമ്പാക്റ്റ് ഒന്നും അല്ല നിങ്ങളെ ലൈഫിൽ ഉണ്ടാക്കുക, വലിയ ഇമ്പാക്റ്റ് നിങ്ങളെ ലൈഫിൽ ഉണ്ടാക്കി തരും എന്നുള്ളത് 100% ഗ്യാരണ്ടീഡ് ആണ്. കാരണം നമ്മൾ ഇതുവരെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓരോ തലങ്ങൾ നമ്മൾ പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞ 28 ഡേയ്സ് ചാലഞ്ചസിൽ ഓരോ ഏരിയ എടുത്ത് നമ്മൾ കവർ ചെയ്തു. അതിന്റെ ഡീപ്പ് തലത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അറിയാം ലൈഫിനെ ആസ്വദിക്കാനും ലൈഫിന്റെ ഓരോ മൊമെന്റും എൻജോയ് ചെയ്യാനും അത്തരത്തിലുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ഇപ്പൊ നമ്മളെ സ്റ്റുഡൻസിൽ ഒരുപാട് പേര് അതിന്റെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ടുകൾ, അവരെ സ്വാധീനിച്ചിട്ടുള്ള ഓരോ അവസരങ്ങളിലും അവരതിന്റെ റിസൾട്ടുകളും ഫീഡ്ബാക്കുകളും നമ്മൾ അറിയിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു ടൂളാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ മറ്റൊരു തലമാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്മയാണ്, നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അവരോട് അത് അറിയിക്കല് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നിങ്ങൾ നല്ലത് കണ്ടാൽ നിങ്ങൾ മുഖം തിരിഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളിൽ ഒരു നന്മ കണ്ടാല് അപ്പൊ നമ്മൾ അതിലുള്ള കുറവുകളാണ് നോക്കുന്നതെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ചില ആളുകൾ ഇപ്പൊ എങ്ങനെയായിരിക്കും, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്, ഈ റമദാൻ മാസത്തിൽ ഒരുപാട് പേര് ഭക്ഷണം കൊടുത്തിട്ടും ഒരുപാട് വസ്ത്രങ്ങൾ കൊടുത്തിട്ടും ഒരുപാട് സ്വതക്കകൾ അധികരിപ്പിക്കുന്ന മാസമാണ് ഈ പുണ്യമായ മാസം എന്നുള്ളത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഓരോ റിലീജിയസും ഫോളോ ചെയ്യുന്ന ഓരോ റിലീജിയസിലുള്ള ആളുകൾക്കും ഓരോ പുണ്യമാക്കപ്പെട്ട മാസം ഉണ്ടാവും. അതുപോലെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിൽ നമ്മൾ സ്വതക്ക വർദ്ധിപ്പിക്കുന്ന ഒരു മാസമാണ്. സക്കാത്തും സ്വതക്കൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു കാലാണിത്. അപ്പൊ അതിൽ തന്നെ നമ്മള് മറ്റൊരാളിന് നമ്മൾ പല രീതിയിൽ പല ഫുഡായിട്ടും പല രീതിയിൽ നമ്മൾ അവർക്ക് സ്വതക്ക കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു എക്സാമ്പിൾ പറയാണ്, ഒരാള് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോ എന്താ ബിരിയാണി കൊടുക്കുകയാണ്. അപ്പൊ ബിരിയാണി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ എവിടെയും നമ്മൾ ഇങ്ങനെ ഒരു ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോ എന്താ ചില ആളുകൾ
ബിരിയാണിയാണ് എന്ന് പറയും. അതായത് ബിരിയാണിയാണ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ബിരിയാണിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ചില ആളുകൾ എന്താ പറയാ, ഭയങ്കര തിരക്കാണ് അവിടെ, ക്യൂ നിന്ന് എനിക്കൊന്നും വേണ്ട, എത്ര നേരം വരി നിക്കണം എന്നറിയോ, എന്തൊരു തിരക്കാണ്. അതായത് ഓരോരുത്തരും ഓരോരുത്തരും പല രീതിയിലാണ് അതിനെ നോക്കി കാണുന്നത്. ചില ആളുകൾ ബിരിയാണിയാണെന്ന് പറയുന്നത് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ചില ആളുകൾ ആ നന്മ കണ്ടെത്തി, അതായത് അങ്ങനെ ഇനീഷ്യേറ്റീവ് ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തല്ലേ അൽഹംദുലില്ല എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അതിനെ നോക്കി കാണുന്ന ആളുകളുണ്ട്. ചില ആളുകൾ എന്താ പറയാ, ഭയങ്കര തിരക്കാണ് അവിടെ, ഭയങ്കര ക്യൂ ആണ്, ആളുകൾ ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ കാത്തു നിൽക്കാണ്, അപ്പോൾ ആളുകൾ തിരക്ക് കൂട്ടി വരും, എനിക്കൊന്നും വേണ്ട, അവിടെ ആ വരി നിൽക്കണ നേരത്ത് വേറെ എന്തെങ്കിലും പോയി വാങ്ങിയാൽ അത്രയും നല്ലത്, അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ അത് റിയാലിറ്റിയാണ്. റിയാലിറ്റി സംസാരിക്കുമ്പോൾ പല ആളുകൾക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ അതേപോലെ തന്നെ നമ്മളിപ്പോ വസ്ത്രം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഭയങ്കര തിരക്കായോ, മലയാളികളല്ലേ, മലയാളികൾ എവിടെയെങ്കിലും ഒന്ന് വെറുതെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. എന്താ എനിക്കൊന്നും വയ്യ ക്യൂ നിൽക്കാനേ, എന്താ അത്രയും ക്യൂ നിന്നിട്ട് ഇപ്പൊ അത്ര ചെറിയൊരു പ്ലേറ്റാ കിട്ടണത് എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറ്റപ്പെടുത്താനും ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ളതാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രത്തോളം അരോചകമാണ് ആ ഒരു കാര്യം. ഒരാൾ അവിടെ നന്മ ചെയ്യുന്നത്, ഇനീഷ്യേറ്റീവ് എടുത്ത് നല്ല ഇന്റൻഷനോട് കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെയും കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. നിങ്ങളും അറിഞ്ഞും അറിയാതെയും ഒരുപാട് കൂട്ടത്തോടെ, ഇനിയിപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ അടുത്ത് പോയി നിങ്ങൾ നിന്നിട്ടുണ്ടാവാം. ആ ശരിയാണ്, അങ്ങനെ തന്നെയാണ്, അങ്ങനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അതന്നെ എത്രത്തോളം തിന്മയിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കണം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് നന്മ ചെയ്യുന്ന ആളുകളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അതിൽ തിന്മ കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അറിയാതെ പോലും നമ്മളും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം അത്. അതായത് ഒരാൾ ചെയ്യുന്ന നന്മ കണ്ടെത്തി അതിൽ ചിലപ്പോൾ ഫാൾട്ടുകൾ വന്നിട്ട് ഒരു ഒരു വലിയ പ്രോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് പേരിലേക്ക് എത്തണം എന്ന് ഉദ്ദേശിക്കുന്ന ആളായിരിക്കാം, കൊടുക്കുന്ന ആള് ഒരുപാട് പേരിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അത് കുറച്ച് പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഈ ക്യൂ നിന്ന മുഴുവൻ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പൊതുവെ ഈ നെഗറ്റീവ് ഫോക്കസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾ എന്താ ചെയ്യാ, എത്രങ്ങാനും പേർക്കാറോ ഫുഡ് കിട്ടാതെ തിരിച്ചു പോയത്, എത്രങ്ങാനും ആളുകളാ തിരിഞ്ഞു പോയത് എന്നറിയാം. അല്ലെങ്കിൽ എന്താ വന്ന കുറെ പേർക്കൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്ന കേട്ടില്ല. അതേപോലെ ഒരുപാട് ആളുകൾ ക്യൂ തിന്ന് കുറെ ക്ഷീണിച്ച് അവര് തിരിച്ചു പോയി എന്നൊക്കെ. അപ്പൊ ഈ കൊടുത്ത ആളുകളുടെ എന്താ അത്രയും പേർക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത പ്രോഗ്രാമിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുകയോ അതിൽ നന്മ കണ്ടെത്തിയിട്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യുകയോ അവർക്ക് വേണ്ടി കൈയടിക്കാനോ നമ്മൾ തയ്യാറല്ലാതെ അതിലുള്ള തിന്മ കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്തതിന്റെ ഇരട്ടിയായിട്ട് നിങ്ങൾ നേരെ ബാക്കിലേക്ക് പോവാണ് ചെയ്യുക. നിങ്ങൾ എത്ര ഇപ്പൊ കാരണം ആ ചെയ്ത ആളുകൾക്ക് ചെയ്യാനുള്ള സമ്പത്തും ആരോഗ്യവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് താഴെയാണ് പോകുന്നത്. അത് നിങ്ങളിലേക്ക് കൂടുതൽ ഉയർച്ചയിലേക്ക് വരണം. ആ ചെയ്ത ആളിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്ത ആളെ അപ്രിഷിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എന്തൊരു സിമ്പിൾ ആണല്ലേ നമ്മളെ ലൈഫിന്റെ ഓരോ ലോകള്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലൈഫ് എന്ന് പറയുന്നത് തന്നെ ബ്യൂട്ടിഫുൾ ആണ്, ഈസി ആണ്, എഫേർട്ട്ലെസ് ആണ്. ഇത് ഞാൻ പറയുമ്പോൾ പല ആളുകളും കണക്ട് ചെയ്യും. ഒരിക്കലും അല്ല, ലൈഫ് ഭയങ്കര ഹാർഡാണ്, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ചില ആളുകൾ അങ്ങനെ ലൈഫിനെ ഡിഫൈൻ ചെയ്യും. പക്ഷെ ലൈഫിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ്ലി ചില കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോയത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ റിയലിറ്റി ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ്. നിങ്ങൾ കോൺഷ്യസ്ലി കുറച്ച് കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നല്ല പ്യുവർ ഇന്റൻഷനോട് കൂടി നല്ല നീയത്തോടു കൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫ് വാസ്റ്റ് ആയിട്ട്, വിശാലമായ മനസ്സ്, വിശാലമായ വാതിലുകൾ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഈ ചെറിയ കാര്യം ഞാൻ പറഞ്ഞത് ചെറിയൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലുതാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫില് നിങ്ങൾ നന്മ കണ്ടെത്തിയാൽ ആ നന്മയെ എപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളിലും നിങ്ങളെ ചുറ്റുമുള്ള ആളുകളിലൊക്കെ നന്മ കണ്ടെത്തിയാൽ, ഇവൻച്വലി നിങ്ങളെ ശത്രുവാണ്, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നന്മ കണ്ടെത്തിയ നന്മയുടെ തൂക്കത്തിൽ തന്നെ, നന്മയുടെ തുലാസിൽ തന്നെ നിങ്ങൾ അതിനെ വിലയിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നന്മ കണ്ടെത്തിയാൽ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക, ചെയ്ത ആളുകളെ ചേർത്ത് പിടിക്കുക. അപ്പൊ ആ വിജയം നിങ്ങളിലേക്കും എത്തിപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ ദിവസം, നമുക്കറിയാം അബണ്ടൻസ് ആഗ്രഹിക്കുന്ന ആളുകൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ ഒരു പാർട്ടാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി എന്ത് ചെയ്യാറിയോ, നിങ്ങളുടെ മുന്നിൽ നല്ലത് എന്ന് തോന്നിക്കഴിഞ്ഞാല് അത് മറ പോലെ നിൽക്കുന്നതിന് പകരം ആ മറയിൽ നിന്ന് പുറത്തു വന്ന് ഇത് നല്ലതാണ്, ഇതെനിക്ക് ഇഷ്ടമായി, ഇത് ഒരു
അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വാക്കുകൊണ്ട് പറഞ്ഞു നോക്ക്. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാം അവരുടെ ലൈഫിൽ എത്രത്തോളം ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് പാകപ്പെട്ട പാത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ മൈൻഡ് കോച്ചിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അറിയാം നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ടൂൾസിലൂടെയും ഓരോ ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന വിസ്ഡം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ എക്സാക്ട്ലി മാജിക്കലി ഷിഫ്റ്റ് ചെയ്യുന്ന ഓരോ ടൂൾസുകളാണ് ഓരോ ദിവസം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫർദർ ആയ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ആ നമ്പറിൽ വഴി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ലൈഫിൽ അത്തരത്തിൽ ഇപ്പൊ ഞാൻ ഒരു അപ്രിസിയേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ആയിട്ടൊന്നും സംസാരിച്ചിട്ടുള്ളൂ. ടോപ്പിക് അധികാലം നീട്ടിയെടുക്കുന്നില്ല, കാരണം നീട്ടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം അത്രയും വാല്യൂ ആയ ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് കോർ ആയ പോയിന്റ് നിങ്ങൾക്ക് തരണം എന്ന പ്യുവർ ഇന്റൻഷനോട് കൂടിയാണ് ഇത്തരത്തിലുള്ള സെഷൻസും പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സക്സസ്, കറേജ്, കോൺഫിഡൻസ്, ഇതിന്റെ ഏതെങ്കിലും ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നിങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എവിടെയാണ് പ്രശ്നം, എന്താണ് പ്രശ്നം, മറ്റൊരാളിൽ പഴിചാരുന്നതിന് പകരം എവിടെയാണ് എനിക്കിതിൽ മാറ്റം കൊണ്ടുവരുത്താൻ പറ്റുക, ഞാൻ എന്ത് ഇനീഷ്യേറ്റീവ് എടുത്താണ്, ഞാൻ എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയെല്ലാം നിങ്ങളിലേക്ക്, കാരണം നിങ്ങളെ തോട്ട്സ് എന്ന് പറയുന്നത് ഇതിന് മാറ്റം കൊണ്ടുവരണം, ഇതിൽ ചേഞ്ചസ് വേണം എന്നാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തും. അതിനുള്ള ടൈമും അതിനുള്ള ഫിനാൻഷ്യൽ എല്ലാം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ നിങ്ങളുടെ തോട്ട്സ് റെഗുലേറ്റ് ചെയ്യല് നിങ്ങൾ ആഗ്രഹം, അതായത് മാറണം എന്നുള്ള ചിന്ത ഉള്ള ആളുകളുടെ മാറ്റത്തിന് കാരണക്കാരും മാറ്റത്തിലുള്ള വ്യക്തികളും സാഹചര്യങ്ങളും അനുഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇനിയുള്ള ലൈഫിൽ ഇതുവരെ എങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നന്മ കണ്ടെത്തിയ ആ നന്മയുടെ തുലാസിൽ തന്നെ തൂക്കാൻ ശ്രമിക്കുക. നല്ലത് കണ്ടാൽ ആ നന്മ ചെയ്ത ആളുകളെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. അത് നിങ്ങളിലും ചുറ്റുള്ള ആളുകളിലൊക്കെ നല്ലത് കണ്ടാൽ അപ്രിഷിയേറ്റ് ചെയ്യുക. അത് വലിയൊരു ക്വാളിറ്റിയാണ്. അത് നിങ്ങൾ പോലെ തന്നെ നിങ്ങളൊരു പാരന്റ് ആണ്, നിങ്ങൾക്ക് മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും മക്കളെ കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വലിയൊരു ടാസ്ക് ആണത്, വലിയൊരു ടൂളാണത്. ബെസ്റ്റ് ആയിട്ടുള്ള മിറാക്കിൾസ് നിങ്ങളെ ലൈഫിൽ സംഭവിക്കുക ചെറിയ ചെറിയ ആക്ഷനിലൂടെയാണ് സംഭവിക്കുക. അതേപോലെയുള്ള ഒരു ചെറിയൊരു ആക്ഷൻ ആണ് നന്മ കണ്ടാൽ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളിൽ ഈ ഹാബിറ്റ് വളർത്താൻ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇത്തരത്തില് നിങ്ങളുടെ വായിൽ നിന്നാണ് മക്കൾ അനുകരിക്കുക. അപ്പൊ നിങ്ങളുടെ മക്കള് നിങ്ങളെ കണ്ടാണ് എല്ലാം അനുകരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും മക്കള് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവരെ അപ്രിഷിയേറ്റ് ചെയ്ത് അവരെ ഇത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോ എന്താ ഇപ്പൊ ചെറിയ മക്കളാവുമ്പോൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അപ്പോഴൊക്കെ വീഴുന്നുണ്ട് പിന്നെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്ത് തുടങ്ങണം. അത് ചെറിയ കുട്ടിയാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ മുതിർന്ന് വരുമ്പോ തന്നെ നമ്മളുടെ ടോണൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. നിനക്കുള്ളത് കാര്യമല്ലേ, നീ അങ്ങനെ ചെയ്യണ്ടല്ലോ, നീ ഇങ്ങനെ ചെയ്യണം, നമ്മളെ ടോൺ ഡിഫറെന്റ് ആയി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മളെ ടോൺ ഡിഫറെന്റ് ആവാതെ മക്കളിലുള്ള നന്മ കാണുമ്പോൾ നന്മ തന്നെ ആയി കാണിച്ചു കൊടുക്കുക. ഇത് നീ ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അവിടെ ഒരിക്കലും ഒരു ഗ്യാപ്പ് ഇല്ലാതെ മക്കൾക്കും ഫീൽ ചെയ്യണം. പാരന്റ് എന്നുള്ളത് പാരന്റ് ആവണമെങ്കിൽ അതിന് ഒരുപാട് റൂള് നമ്മൾ ചെയ്യണം. ഒരു കുട്ടിക്ക് ജന്മം നൽകിയത് കൊണ്ട് മാത്രം ഒരു മാതാവ് ആവണമെന്നില്ല, ഒരു പിതാവ് ആവണമെന്നില്ല. ജന്മം നൽകിയത് കൊണ്ടാവണമെന്നില്ല, ആ ജന്മം നൽകിയവർക്ക് അതിൻ്റെതായ ദൗത്യമുണ്ട് എന്നുള്ളതാണ്. ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. അതുകൊണ്ട് മക്കളിൽ നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെ മക്കൾ ഈ രീതിയിൽ വരണം, ഇന്ന രീതിയിൽ വരണം എന്നുള്ളത്. അതായത് തുടർന്നുകൊണ്ടേ ഇരുന്ന് പഠിക്കേണ്ട ഉത്തരവാദിത്തം അതുകൊണ്ടാണ് എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുന്നത്.
പാരന്റ്സ് ആവുമ്പോൾ അവരെന്താ പറയാ, മക്കളായി, കുട്ടികളെ പ്രാരാബ്ദങ്ങളായി, ഫാമിലി ആയി, അവിടെയും പ്രാരാബ്ദങ്ങളാണ്, ജോലിയുണ്ട് അതും പ്രാരാബ്ദങ്ങളാണ്. ഇതുമായിട്ടാണ് പാരന്റ്സിനെ റിലേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാച്ചാല് നമ്മൾ മക്കള് നല്ല രീതിയിൽ വളർത്തണം, അല്ലെങ്കിൽ മക്കള് അടിപൊളിയായിട്ടുള്ള ക്യാരക്ടറും ഹാബിറ്റും ബിഹേവിയറും ഒക്കെ അവരിൽ വളർന്നു വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാച്ചാല് നമ്മളുടെ മക്കൾക്ക് അത് ചെറുപ്പം മുതലേ ഇത് ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു പാരന്റിങ് റോൾ എടുക്കേണ്ടത് ചെറിയ ഉത്തരവാദിത്തമല്ല, അത് വലിയ ഉത്തരവാദിത്തം. അത് ഗോഡ് ഗ്രേസ് നമ്മൾക്ക് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഉത്തരവാദിത്തം പടച്ചോ നമുക്ക്, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ മക്കൾക്ക് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെറുപ്പം മുതൽ തന്നെ നന്മയെ നന്മയാക്കി കാണിച്ചു കൊടുക്കുക, തിന്മയെ തിന്മയാക്കി കാണിച്ചു കൊടുക്കുക. അത് ചെറുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും വളർന്നു വരുമ്പോ തന്നെ നന്മ നന്മയാണ്, തിന്മ തിന്മയാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടതെയും അത് അറിയേണ്ടതിന്റെയും ഉത്തരവാദിത്തം മസ്റ്റ് ആയിട്ടും അത് ഫാമിലിക്കുള്ള, അതായത് പാരന്റ്സിനുള്ള റോള് തന്നെയാണ്. ആ റോൾ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. അല്ലെങ്കിൽ ഏജ് ആയി, അല്ലെങ്കിൽ വലിയ കുട്ടികളായി, അവർ തന്നെ സ്വയം അറിയേണ്ടതല്ലേ, സ്വയം പഠിക്കേണ്ടതല്ലേ എന്ന് പറയുന്നതിനപ്പുറം നിങ്ങൾ പാരന്റിങ് റോള് തുടർന്നുകൊണ്ടേയിരിക്കുക. വലിയ കുട്ടികളായാലും അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ കഴിവുകൾ എന്താ, അവരുടെ ഉണർവുകൾ എന്താ, അവർക്ക് എന്താണോ ഇഷ്ടം, അവർ ചെയ്യുന്ന നന്മ എന്താ, അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, എപ്പോഴും അവരുടെ മേലിൽ നമുക്കൊരു കണ്ണ് വേണമെന്ന് പറയുന്നത്. നന്മ ചെയ്യുമ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, തിന്മ ചെയ്യുമ്പോൾ ഇത് തെറ്റാണ്, ഇത് നിന്റെ ഭാവിക്ക് നല്ലതല്ല, ഇത് നിനക്ക് നല്ലതല്ല, നിന്റെ ഫ്യൂച്ചറിലും നിന്റെ കൂടപ്പിറപ്പുകൾക്കൊന്നും ഇത് നല്ലതിനല്ല എന്ന് പാരന്റ്സിന്റെ റോളാണ് അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം. അപ്പൊ ആ ചെറുപ്പം മുതൽ തന്നെ നമ്മള് അത്, ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ നിലനിർത്തി കൊണ്ടുവരാനേ അവിടെ പാരന്റ്സിന് വലിയൊരു റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ അപ്രിഷ്യേറ്റ് ചെയ്യാന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു ടോപ്പിക് ആയിട്ട് എടുത്തത് കൊണ്ട് ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്, അത് എങ്ങനെ നമ്മളെ ലൈഫിൽ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ അവരിൽ നന്മ കണ്ടെത്താനും നന്മ കണ്ടെത്തിയതിൽ ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വലിയൊരു റോളാണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്തു തുടങ്ങുമ്പോഴാണ് മറ്റുള്ളവരിൽ നന്മ കാണുമ്പോൾ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു മാനസിക തലത്തിൽ നമ്മൾ എത്തുകയുള്ളൂ. അപ്പം മറ്റുള്ളവരിൽ നന്മ കാണുമ്പോഴും, അല്ലെങ്കിൽ അവരുടെ വിജയം കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഗിൽറ്റി ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ അവർ വളരുമ്പോൾ എന്നുള്ള പേടിയാണ്, ഇനി എനിക്കിതിന് സാധിക്കൂലേ എന്നുള്ള പേടിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് വരുന്നതും, അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സുകൾ തമ്മിലുള്ള കമ്പാരിസണും, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ വേൾഡിലെ ചില ആളുകൾ വളരുന്നത് ചിലവർക്ക് പറ്റുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഗിൽറ്റ് ഫീൽ ആണ്, അല്ലെങ്കിൽ റിഗ്രറ്റ് ആണ്, അല്ലെങ്കിൽ ഫിയർ ആണ് വരുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ടും അത് ക്ലിയർ ചെയ്യേണ്ടത്, അത് ഹീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം ലൈഫിൽ നമുക്ക് ലൈഫിന്റെ ഫ്ലോ കിട്ടി ഈസി ആയിട്ട്, എഫേർട്ട്ലെസ് ആയി, ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫിനെ നോക്കി കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള ഈ ഇമോഷൻസ്, ഗിൽറ്റ്, റിഗ്രറ്റ്, ഫിയർ, ഇത്തരത്തിലുള്ള ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിനെ നമ്മൾ ട്രിഗർ ചെയ്യുന്ന, നമ്മളെ ട്രോമ ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, അതിനെ ഹീൽ ചെയ്യാത്തിടത്തോളം കാലം മറ്റൊരാളുടെ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു ഹീൽ ചെയ്യാത്തൊരു മുറിവ് നമ്മൾ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാത്തിടത്തോളം കാലം മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അതിൽ സന്തോഷം കണ്ടെത്താനോ, അത് മറ്റുള്ളവരുടെ വിജയം നമ്മളുടെ വിജയമായി സെലിബ്രേറ്റ് ചെയ്യാനോ അപ്രിഷ്യേറ്റ് ചെയ്യാനോ നമുക്ക് കഴിയൂല. അപ്പൊ അങ്ങനെ പറ്റണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നമ്മൾ മൈൻഡിനെ ക്ലൻസ് ചെയ്ത് അത് ക്ലിയർ ചെയ്യലത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു മുറിവുകൾ നമ്മൾ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളുടെ വിജയം കാണുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, അവർക്ക് കിട്ടി എനിക്ക് കിട്ടൂലേ, അവർക്കൊക്കെ ആയി എനിക്ക് ആകൂലേ, ആവലാതിയായിരിക്കും വരുന്നത്, അവർക്ക് ഇത്ര പെട്ടെന്നായി എനിക്ക് ആവുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ ഉള്ളിലൂടെ അല തട്ടി പോകുന്നുള്ളതാണ്. ഇത് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ കേട്ടതും കണ്ടതുമായ അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മളെ മൈൻഡിൽ അത് ബിൽഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ ആ ബിൽഡ് ചെയ്ത കാര്യത്തെ അവിടെ നിന്ന് ഹീൽ ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കാണ് മൈൻഡ് കോച്ചിങ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ഒക്കെ അവിടെ കിട്ടുന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്രിസിയേഷന് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയ റോളാണ് വഹിക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിലും നിങ്ങളെ ചുറ്റുള്ള ആളുകൾക്കും അതിനെക്കുറിച്ച്, അപ്പൊ നിങ്ങളെ ചുറ്റുപാട് നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്ന, പരാതി പറയുന്ന ഒരു കൂട്ടത്തിലാണ് നിങ്ങൾ വളരുന്നതെങ്കിൽ ആ ഹാബിറ്റ് നിങ്ങളിലും എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചുറ്റുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള അറിവ്
ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങള് ഫ്രണ്ട്സിൽ തന്നെ ഉണ്ടാവും എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്ന ആളുകളും, അതുപോലെ എന്ത് നന്മ കണ്ടാലും സപ്പോർട്ട് ചെയ്യാത്ത ആളുകളൊക്കെ ഇപ്പൊ ഇവൻച്വലി നമ്മളെ പാരന്റ്സ് ആണെങ്കിലും നമ്മളെ പാർട്ട്ണർ ആണെങ്കിലും ചില ആളുകൾ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയണ്ടാവില്ല. വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇത് നല്ലതാണ് എന്ന് പറയാൻ ചില പാരന്റ്സിന് കഴിയുന്നുണ്ടാവില്ല. മക്കൾ ചെയ്യുന്ന നന്മകള് നന്മയാണ്, അല്ലെങ്കിൽ ഇത് അടിപൊളിയാണ് എന്ന് പറയാനുള്ള മാനസിക തലത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇത് കാണുന്ന അത്തരത്തിൽ ഇമോഷനെ അത്തരത്തിലുള്ള ഇമോഷൻസിനെ ഫീൽ ചെയ്യാൻ പറ്റാത്ത, അത്തരത്തിലുള്ള സെലിബ്രേഷനെ, അത്തരത്തിലുള്ള ആക്ഷനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകള്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആ, വളർച്ച അല്ലെങ്കിൽ വിജയം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാല് അത് അപ്രിഷിയേറ്റ് ചെയ്യാൻ, അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചും അതുപോലെ തന്നെ മൈൻഡ് കോച്ചിങ്ങിലൊക്കെ എന്താ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവിടെ വലിയൊരു ഡോർ, നമ്മളെ ലൈഫിന്റെ വലിയൊരു ഡോറാണ് ഓപ്പൺ ആവുന്നത്. നമ്മളെ ലൈഫിന്റെ ഈസിനെസ്സും എഫേർട്ട്ലെസ്സും ഒക്കെ അവിടെ നമ്മൾ അറിയാൻ സാധ്യതയുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലും അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ടൂള് മസ്റ്റ് ആയിട്ടൊന്ന് ഉപയോഗപ്പെടുത്തുക. മറ്റുള്ളവരുടെ ചിലവർ പറയും ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഇതൊക്കെ ഓനക്ക് കിട്ടുന്നുണ്ട്, ഞാൻ എത്രത്തോളം ഇതിന് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഓൻ അത്ര കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഓനക്ക് റിസൾട്ട് ഉണ്ട്, എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്റൻഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങളെ നിയ്യത്ത് ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ പല പൊടിപടലങ്ങളും വന്ന് ഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെ നിയ്യത്ത് പ്യുവർ ആക്കാൻ നോക്കുക. അതവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാല്, നിങ്ങളെ മൈൻഡിനെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ക്ലിയർ ആവും എന്നുള്ളതാണ്. അപ്പം ഈ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. നമ്മളിലുള്ള നന്മയും ചുറ്റുള്ള ആളുകളുടെ നന്മയും കണ്ടെത്തിയാൽ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക. ചെറുപ്പം മുതലേ മക്കളിലും ഇത് വളർത്തിക്കൊണ്ടുവരിക. മുതിർന്ന ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവാം, അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക. കൂടുതൽ അതിൽ റിസൾട്ട് ഉണ്ടാവും. മക്കളിലൊക്കെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ ഇത് നന്നായിട്ട് സഹായിക്കുന്ന ഒരു എന്താ ടൂളാണ്. പൊതുവേ എല്ലാ പാരന്റ്സും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ചെയ്യരുത്, പോവരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ആക്കരുത്, അത് നല്ലതിനല്ല, തെറ്റാണ് 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 എന്ന് വീണ്ടും വീണ്ടും അറിയിക്കുന്ന കാര്യം ചെയ്യുന്നത്. പക്ഷെ നല്ലത് കാണിച്ചു കൊടുത്ത് അവരെ ശീലിപ്പിച്ച്, ചെറുപ്പം മുതലേ നല്ലത് കാണിച്ച് ശീലിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ തിന്മ ഇത് എന്തുകൊണ്ടാണ് ഇത് തിന്മയായി മാറിയത്, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ അവർക്ക് നന്മയും തിന്മയും വേർതിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പാരന്റ്സിനാണ്. അതുകൊണ്ട് അപ്രീസിയേഷൻ എന്ന് പറയുന്ന റൂളും നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് പാരന്റ്സിൽ നിന്ന് തന്നെ. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അറിവ് സ്വീകരിക്കുന്നത് നമ്മളെ മാതാവിൽ നിന്നാണ്. നമ്മൾ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നതും നമ്മളെ മാതാവും പിതാവുമാണ്. അപ്പോ നമ്മളൊന്ന് വീട് കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാല് നമ്മൾ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. എന്ത് പ്രയാസഘട്ടങ്ങളിൽ നമ്മൾ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. ഉമ്മ ഇല്ലാത്ത മക്കൾ പോലും ഉമ്മ എന്നാണ് വിളിച്ചു പോവുക. അപ്പോ ആ ഒരു വിളിക്ക് കാരണം എന്താ പറയുക, നമ്മളെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് നമ്മളെ പാരന്റ്സ് ആണ്. അപ്പൊ ഇതിൽ കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം, അതുപോലെ പാരന്റിങ് റോൾ എടുക്കുന്ന ആളുകൾ ഉണ്ടാവാം. അവർ മനസ്സിലാക്കുക, നിങ്ങൾ ആ മകനെ ആ മകള് ഗുരു ആണ്, മാതാവാണ്, പിതാവാണ്, സഹോദരനാണ്, സഹോദരിയാണ്, എല്ലാം ആദ്യം നിങ്ങളാണ്. അതുകൊണ്ട് ആ റോള് നിങ്ങൾ എടുത്തുകൊണ്ട് മക്കളിൽ ഇത്തരത്തിലുള്ള ഹാബിറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങൾ വലിയൊരു ചാനൽ ആവുന്നുണ്ട്. അപ്പോ നിങ്ങളിൽ ആ ഹാബിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് അത് മക്കളെയും കൂടി ഇമ്പാക്ട് ഉണ്ടാക്കും. നിങ്ങളിൽ അതില്ല എന്നുണ്ടെങ്കിൽ മക്കളും അത് പഠിക്കുന്നില്ല. നിങ്ങളെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും, നന്മ കണ്ടാൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതും, മറ്റുള്ളവരുടെ വിജയം നമ്മളുടെ വിജയമാക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും, നമ്മള് അയൽവാസി പട്ടിണി കിടക്കാതെ നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ അതിനെ പരിപാലിക്കുന്നുണ്ട്, നമ്മൾ അതിൽ സൂക്ഷ്മത പാലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളും അതുപോലെ തന്നെയാണ് വളരുക. അതുകൊണ്ടാണ് മക്കൾ ചീത്തയായാലും മക്കൾ നല്ലതായാലും പാരന്റ്സിനെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ചെറുപ്പത്തിൽ അത് നോക്കാതെ ഇപ്പൊ നമ്മളിങ്ങനെ മക്കള് വഴി തെറ്റി പോവാണ്, മക്കള് പിടിച്ച് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഇത്തരത്തിലുള്ള ശീലങ്ങള് അവരിൽ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതി. ഒരുപാട് ഇമ്പാക്ട് അവരുടെ ലൈഫിലും ഉണ്ടാവും, നിങ്ങളുടെ ലൈഫിലും അത് വലിയ ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അപ്രിസിയേറ്റ് ചെയ്യുക, എല്ലാവരും ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈച്ച് ആൻഡ് എവറി മൊമെന്റും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾക്ക് ഇത് കാരണമാവും. നന്മ കണ്ടെത്തിയാൽ നന്മയെ നന്മയുടെ തുലാസ് കൊണ്ട് തന്നെ നിങ്ങൾ വിലയിരുത്തുക, അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക. ജനങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ നന്മ കണ്ടെത്തിയാലും നിങ്ങളിലുള്ള നന്മ കണ്ടെത്തിയാലും ആഴ്ന്നിറങ്ങി വീണ്ടും വീണ്ടും നന്മയിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ പ്രോത്സാഹനം അത്യാവശ്യമാണ്. ഏതൊരാൾക്കും
പ്രോത്സാഹനമില്ലാതെ, മോട്ടിവേഷൻ ഇല്ലാതെ, മോട്ടീവ് ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയൂല. നമ്മളൊരു കാര്യം ചെയ്യണം, ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരാളും ഒരു അക്ഷരം പോലും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഊർജം അവിടെ ചോർന്നു പോകുന്നുള്ളതാണ്. ഓരോരുത്തർ പറയുന്ന ഫീഡ്ബാക്കുകളും, ഓരോരുത്തർ പറയുന്ന സപ്പോർട്ടും, ഓരോരുത്തരുടെ ചിരി പോലും, ഓരോരുത്തരുടെ വാക്ക് പോലും, ഓരോരുത്തരുടെ നോട്ടം പോലും നമ്മളെ പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെ പ്രവർത്തനം എളുപ്പമാക്കുന്നുണ്ട്, നമ്മളെ ജേണി എളുപ്പമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങള് മറ്റുള്ളവരുടെ വിജയത്തിന് നിങ്ങൾ ഒരു കാരണമാവണമെന്നുണ്ടെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നന്മ കണ്ടാലും അതിപ്പോ ഇവൻച്വലി നിങ്ങൾക്ക് നേരിട്ട് കണ്ട് അപ്രിഷ്യേറ്റ് അറിയിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്റ്റാറ്റസ് കാണുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ബ്ലെസ് ചെയ്യുക, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക. ഇത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ദൗത്താണ്. ആ വിജയം നിങ്ങളിലേക്കും എത്താം, അത് വലിയൊരു കാരണമാവും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, വലിയൊരു റിസൾട്ടിലേക്ക് അത് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.